ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിച്ചവരെ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ സൈന്യം പാഠം പഠിപ്പിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മിസോറാമിലെ ആദ്യത്തെ റെയിൽവേ പാതയായ ബൈറാബി സൈറാങ് റെയിൽവേ പാത ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. 51 കിലോമീറ്ററുള്ള പദ്ധതി മിസോറാമിന്റെ തലസ്ഥാനമായ ഐസോളിനെ ദേശീയ റെയിൽ ശൃംഖലയുമായി നേരിട്ട് ബന്ധിപ്പിക്കും. ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് മികച്ച വിൽപ്പനയുണ്ടായി. ഇന്ത്യയിൽ നിർമ്മിച്ച ആയുധങ്ങൾ ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് നിർണായക പങ്കുവഹിച്ചു. സാമ്പത്തിക മേഖലയും നിർമ്മാണ മേഖലയും വളരേണ്ടത് ദേശസുരക്ഷയ്ക്ക് അത്യാവശ്യമാണ്. GST പരിഷ്കാരങ്ങൾ പല ഉൽപ്പന്നങ്ങളുടെയും വില കുറയ്ക്കും. അത് ജനങ്ങളുടെ ജീവിതം കൂടുതൽ സുഗമമാക്കും. കാലങ്ങളോളം ചില രാഷ്ട്രീയ പാർട്ടികൾ വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ് പിന്തുടരുന്നത്. ഇത് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുടെ വികസനത്തെ ബാധിച്ചുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. മിസോറാമിന് ഇത് ചരിത്ര ദിനമാണെന്ന് മുഖ്യമന്ത്രി ലാൽഡോഹമ പറഞ്ഞു. പുതിയ റെയിൽവേ പാത ഒരു സാങ്കേതിക അത്ഭുതമാണെന്നും എഞ്ചിനീയറിംഗ് മികവിന് തെളിവാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ബൈരാബി സൈറാങ് റെയിൽവേ ലൈനിന് 2008 അനുമതി നൽകിയത്. 2015 നിർമ്മാണം ആരംഭിച്ചു. റെയിൽവേ പാതയിൽ 45 തുരങ്കങ്ങളും 55 പ്രധാന പാലങ്ങളും 87 ചെറിയ പാലങ്ങളും ഉൾപ്പെടുന്നുണ്ട്. ഇന്ന് 12 മണിയോടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മണിപ്പൂരിലെത്തിയത്. റോഡ് മാർഗമാണ് ചുരാചന്ദ്പൂരിലെത്തിയത്. മഴ കാരണമാണ് ഹെലികോപ്റ്ററിലുള്ള യാത്ര ഒഴിവാക്കിയത്. ചുരാചന്ദ്പൂരിലെത്തിയ മോദി കുട്ടികളുമായി സംസാരിച്ചു. കലാപത്തിന് ശേഷം ആദ്യമായിട്ടാണ് മോദി മണിപ്പൂരിലെത്തുന്നത്. 120 സ്കൂളുകളുടെയും കോളേജുകളുടെയും സ്പോർട്സ് കോംപ്ലക്സിന്റെയും നിർമ്മാണ ഉദ്ഘാടനവും വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും നിർവഹിച്ചു. ത്രിവർണ പതാക കയ്യിലേന്തി ആയിരങ്ങളാണ് റോഡ് മാർഗമെത്തിയ പ്രധാനമന്ത്രിയെ സ്വാഗതം ചെയ്തത്. മണിപ്പൂരിന്റെ ഗതാഗത സൗകര്യം മെച്ചപ്പെടുത്തുന്നതിന് മുൻഗണന നൽകുമെന്ന് പ്രധാനമന്ത്രി അറിയിച്ചു. 7000 കോടിയുടെ പദ്ധതി വലിയ വികസനമുണ്ടാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇംഫാലിനെ ദേശീയ റെയിൽവേ പാതയുമായി ബന്ധിപ്പിക്കാനുള്ള പദ്ധതി നടപ്പാക്കും. മണിപ്പൂരിലെ ഈ മണ്ണ് അക്രമത്തിന്റെ പിടിയിലായത് പലരെയും ബാധിച്ചു. ക്യാമ്പുകളിലുള്ളവരുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സമാധാനം പുനഃസ്ഥാപിക്കുമെന്ന ഉത്തമ പ്രതീക്ഷയുണ്ട്. സമാധാനത്തിന്റെ പാതയിലേക്ക് വരാൻ അഭ്യർത്ഥിച്ച പ്രധാനമന്ത്രി താൻ ഒപ്പമുണ്ടെന്നും കൂട്ടിച്ചേർത്തു. 7000 പുതിയ വീടുകൾ പലായനം ചെയ്തവർക്ക് നിർമ്മിക്കും. 500 കോടി ഇവർക്കായി മാറ്റിവെച്ച് പ്രത്യേക പാക്കേജ് നടപ്പാക്കും. എല്ലാ സമുദായങ്ങളുമായും സമാധാനത്തിനായി ചർച്ചകൾ തുടങ്ങിയതിൽ സന്തോഷമുണ്ട്. യുവാക്കളുടെ ആശങ്ക പരിഹരിക്കാനും വികസനത്തിന് നടപടി ഉണ്ടാകുമെന്നും മോദി പറഞ്ഞു. കേന്ദ്ര സർക്കാർ മണിപ്പൂരിലെ ജനങ്ങളുടെ കൂടെയുണ്ടെന്നും പലായനം ചെയ്യപ്പെട്ടവർക്ക് സഹായം ഉറപ്പാക്കുമെന്നും മോദി ഉറപ്പു നൽകി.